തകതിനുന്തക തകതിനുന്തക ചെയ്താരോ. വാ വാ ഒറ്റ ഇഞ്ചാണ് നിൽക്കട്ടെ. അത് പേരെന്താ? സത്യം പറയണം, ഞാൻ ഈ കുട്ടിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഈ സ്റ്റേജിക്ക് കയറി വന്നപ്പോ തന്നെ ഞാൻ ഇവരോട് സിക്കുണ്ടെ പറഞ്ഞ ഒരു കലാകാരന്റെ ഒന്നും ഉണ്ടാകും. ഞാൻ അതൊന്നും പറഞ്ഞോട്ടെ, എനിക്കറിയില്ല. ഞാൻ ഈ കുട്ടിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇവരോട് കണ്ടുകൊണ്ട് നാടൻപാട്ട് പാടും. അതിന്റെ തുടക്കം ഞാൻ വെറുതെ ഇട്ടേരാ. ഞാനിവനും കൂടെ ഇതുവരെ നമ്മൾ ജിന്നെ കണ്ടിട്ടുള്ളൂ. അതുവരെ സ്റ്റേജ് മതി കണ്ടിട്ടുള്ളൂ എന്നല്ലാതെ വീട് ഡയറക്റ്റ് കണ്ടിട്ടുള്ളോ? നമ്മളിപ്പോ പാട്ട് അടിക്കണോ? എന്റെ വീട് എവിടെയാണ്? അതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇവിടുന്ന് ഈ കുട്ടിനെ നമ്മൾ വലിച്ച് അയച്ച് കൊടുക്കുന്നതാണ് ഇവനെ പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. എവിടെ സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ ഒരു മടിയില്ലാതെ കഴിക്കുള്ളൂ. സ്കൂളിലായാലും ഇതുപോലത്തെ സ്റ്റേജ് ആയാലും എവിടെ ആയാലും. ഓക്കെ അല്ലേ? പാട്ടക്കനായിരിക്കാൻ പാടിക്കുന്നത്. നിങ്ങൾക്കുള്ള ഒരു കോഴ്സ് കൂടിയാണത്. എവിടെ വേദി ഉണ്ടാലും അവിടെ കയറാ, അവസരം കിട്ടിയ അത് മുതലാക്കാം. സത്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് കൊമ്പങ്ങാട് പോയിട്ട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കലാകാരനെ പെട്ടെന്ന് കണ്ടാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും കലാകാരനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ എവിടേക്കോ കറങ്ങി നടന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിസോത്തിന് കറങ്ങി. ഇവന്റെ അടുത്ത കഴിവുണ്ട് എന്നുള്ളത് എനിക്കറിയുള്ളൂ. എന്നിട്ട് ഇവനെ ഞാൻ പൊടിച്ചു കൊടുത്തു. ഇപ്പൊ യൂട്യൂബിലൊക്കെ ആറാടിക്കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞോട് പറഞ്ഞു, യൂട്യൂബിലൊന്നും എന്നിട്ട് ആൾക്കാരെ അറിയില്ല. ഇതിന്റെ ഇപ്പൊ റീൽസിൽ 2 റീൽസിൽ എന്നാ മതി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കും. അങ്ങനെ ഫസ്റ്റ് ഉണ്ടായത് എന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കും. ഞാൻ എന്റെ ഉപ്പച്ചി കോയാക്ക അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ എന്താണോ കുഞ്ഞാപ്പു. അത് വേണ്ട, അതിന്റെ പേര് ഒരു ശരിയല്ല. ഞാൻ പറഞ്ഞു, നാളെ എന്നെ അറിയപ്പെടാം കുഞ്ഞാപ്പു എന്നുള്ള പേരിലേക്കാണ് ഉറപ്പാച്ചി നോക്കി വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെയാണ് അല്ലേ? അതല്ലേ എന്റെ യഥാർത്ഥം. അപ്പൊ അതേപോലെ ഞാൻ പറഞ്ഞ കണ്ടപ്പോ ശിവയോട് പറഞ്ഞു, ഈ കുട്ടിന്റെ അടുത്ത് എന്തോ ഒരു കഴിവുണ്ട്, നോക്കിക്കോ. കുഞ്ഞാപ്പൂനെ നമ്മളൊക്കെ ഏറ്റെടുത്തും ചെയ്തു. അത് എടുക്കും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓനാണ് പപ്പുവിന്റെ കുതിരവട്ടം പറഞ്ഞത്. അതെ, അപ്പൊ ഓനെ മുന്നിൽ വെച്ച് തന്നെ പപ്പുവിന്റെ സൗണ്ട് എടുത്ത് കൊടുക്കും. തുടങ്ങില്ലേ ഈ കുട്ടിന്റെ പഠിച്ചാണ് പോകണ്ട പോയിന്നാണ് നടന്നോട്ടെ. ഏതാണ് കുതിരവട്ടം? പപ്പുവിന്റെ താമരശ്ശേരി ചുരം അല്ലേ? ദാസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിട് അത്ര മോശമൊന്നുമല്ല. കൊര 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 താമരശ്ശേരി ചൊരോ കേട്ടോ, നമ്മുടെ താമരശ്ശേരി ചൊര. അല്ല ഉറങ്ങാണ് എന്താണെന്ന് അറിയോട്ടോ. വഴറ്റിന്റെ അകത്തൊരു എരിച്ചലും പൊരിച്ചലും വെള്ളം പോലെയായിട്ട് പോയി. താങ്ക് യു. നല്ലൊരു കൈകടി. ഇനി ആരാ? ഏതാ? പറ.